വൺ ഓഫ് ദ പാരന്റ് അഫക്റ്റഡ് ആണ്. സോ ഡോമിനന്റ് ആണോ? മൊത്തം നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഹായ്, സ്മാർട്ട് ലോക്കസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് പെഡിഗ്രി അനാലിസിസ്, ജെനറ്റിക്സിലെ +2 ജെനറ്റിക്സിലെ പെഡിഗ്രി അനാലിസിസ് എന്ന ടോപ്പിക്കാണ്. പെഡിഗ്രി അനാലിസിസ്. ഈ പെഡിഗ്രി അനാലിസിസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് പറയാം. കൺഫ്യൂസിങ് ആയിട്ടുള്ള ഏരിയാസിൽ ഒരെണ്ണമാണെന്ന് പറയാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് ടെക്സ്റ്റില് സാമ്പിൾ ആയിട്ടുള്ള 2 പെഡിഗ്രി തന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ പാറ്റേണിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഒന്നും തന്നിട്ടില്ല. ഒരു പെഡിഗ്രി എങ്ങനെ ഇരിക്കും അതിന്റെ പാറ്റേണിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ തന്നിട്ടില്ല. സോ കൺഫ്യൂഷൻ ആവാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. 2, നിങ്ങൾ ഈ ഗൈഡുകളും മറ്റു ബുക്കുകളൊക്കെ റെഫർ ചെയ്യുമ്പോഴത്തേക്ക് ഈ പെഡിഗ്രിയെ കുറിച്ച് ഒരു റിസർച്ച് നടത്തുന്ന രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് കാണുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂസൺ ആവും. അപ്പോൾ പെഡിഗ്രി നീറ്റ് എക്സാമിന്, പെഡിഗ്രി അനാലിസിസ് നീറ്റ് എക്സാമിന് ആവശ്യമുള്ളത് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പൊ ഈ വീഡിയോ മുഴുവൻ കാണുക. നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് പെഡിഗ്രി, ഏത് പെഡിഗ്രി തന്നാലും കൃത്യമായിട്ട് അതിന്റെ ആൻസറിലോട്ട് വരാൻ സാധിക്കും, അനലൈസ് ചെയ്തിട്ട്. ആ രീതിയിലാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. അപ്പൊ നമുക്കറിയാം പെഡിഗ്രി അനാലിസിസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രേസ് ദ ഹിസ്റ്ററി ഓഫ് ഏതാണ് ജനറ്റിക് ഡിസോർഡേഴ്സിൽ തന്നെ മെന്റേലിയൻ ഡിസോർഡേഴ്സ് ആണ് അല്ലെ. ജനറ്റിക് ഡിസോർഡേഴ്സ് നമുക്ക് മെന്റേലിയൻ ഡിസോർഡേഴ്സ് എന്നും ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അതില് മെന്റേലിയൻ ഡിസോർഡേഴ്സ് അതിന്റെ ഹിസ്റ്ററി ട്രേസ് ചെയ്യാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, പെഡിഗ്രി അനാലിസിസ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വരാം ടോപ്പിക്കിലോട്ട്. പെഡിഗ്രി അനാലിസിസ്. ഇപ്പോൾ മെന്റേലിയൻ ഡിസോർഡർ എന്ന് പറയുമ്പോൾ 1 മുതൽ 23 വരെയുള്ള ക്രോമസോമിലായിരിക്കും ജീൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ തന്നെ 1 മുതൽ 22 വരെയുള്ള ക്രോമസോമിലാണെങ്കിൽ നമ്മൾ അതിനെ ഓട്ടോസോമൽ ഡിസോർഡർ എന്ന് പറയും. If the defective gene is located on chromosome number 1 to 22, 1 മുതൽ 22 വരെ ആവുന്നത് ഓട്ടോസോമലാണ്. 23ാമത്തെ ക്രോമസോം ആണെങ്കിൽ പിന്നെ പറയാനൊന്നുമില്ല, അതെന്താണ്, സെക്സ് ലിങ്ക്ഡ് ആണ്. സെക്സ് ലിങ്ക്ഡ് നമ്മൾ എക്സ് ലിങ്ക്ഡ്, 23rd ക്രോമസോം എക്സ് ലിങ്ക്ഡ്, സെക്സ് ലിങ്ക്ഡ്. അപ്പൊ അതില് വൈ ലിങ്ക്ഡ് ട്രേറ്റിനെ കുറിച്ച് നമ്മൾ കാണുന്നില്ല, നമ്മുടെ സിലബസ് അത് കവർ ചെയ്യുന്നില്ല. സോ അതിലോട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല. സോ സെക്സ് ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ എക്സ് ലിങ്ക്ഡ് മാത്രമാണ് നമുക്ക് ആസ് പെർ ദ സിലബസ്. ഓക്കെ, അപ്പൊ ഒരു പെഡിഗ്രി കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഇത് ഓട്ടോസോമൽ ആണോ അതല്ല സെക്സ് ലിങ്ക്ഡ് ആണോ എന്നുള്ളതാണ്. അപ്പൊ സെക്സ് ലിങ്ക്ഡ് ഞാൻ പറഞ്ഞു, സെക്സ് ലിങ്ക്ഡ് റിസസീവ് മാത്രമേ നമുക്കുള്ളൂ അല്ലെ. അപ്പൊ ഇതാണോ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഒരു പെഡിഗ്രി കിട്ടിക്കഴിഞ്ഞാല് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ മെയിൽസ് അല്ലെ. മെയിൽസിൽ എക്സ്പ്രസ് ചെയ്യുന്നു എങ്കിൽ, മെയിൽസിലാണ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത്, അതേതാണ്, സെക്സ് ലിങ്ക്ഡ് ആവാനാണ് സാധ്യത കൂടുതൽ. നേരെ കുറച്ച് ഓട്ടോസോമിൽ എന്ന് നമ്മൾ പറയുമ്പോൾ ബോത്ത് ദ സെക്സസ്. അപ്പൊ ഒരു പെഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അത് ഓട്ടോസോമൽ ആണോ സെക്സ് ലിങ്ക്ഡ് ആണോ എന്ന് വേർതിരിച്ചറിയുകയാണ്. അപ്പൊ അതിന്റെ ഒരു ട്രിക്ക് കിട്ടിയല്ലോ. അപ്പോ ഓട്ടോസോമൽ ആണോ സെക്സ് ലിങ്ക്ഡ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്തു, അനലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഓട്ടോസോമൽ ആണെങ്കിൽ തന്നെ 2 ഓപ്ഷൻ ഉണ്ട് അല്ലെ. ഓട്ടോസോമൽ ഡോമിനന്റും ഉണ്ട്, ഓട്ടോസോമൽ റെസസീവും ഉണ്ട്. ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം വേണ്ടേ. അപ്പൊ അതിന്റെ ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ആദ്യം നമുക്ക് ഓട്ടോസോമൽ ഡോമിനന്റിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ നോക്കാം. ഓട്ടോസോമൽ ട്രേറ്റിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ് ഡോമിനന്റ്. ആദ്യം നോക്കാം. ഡോമിനന്റ് ട്രേറ്റ്, ഓട്ടോസോമൽ ഡോമിനന്റ് ട്രേറ്റിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ, യൂഷ്വലി അല്ലെ. എല്ലാം നമ്മൾ യൂഷ്വലി ആണ് പറയുന്നത്, കാരണം ആ ഇൻഹെറിറ്റൻസ് പാറ്റേൺ യൂഷ്വലി ഹ്യൂമൻ പോപ്പുലേഷനിൽ എങ്ങനെയാണ് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ യൂഷ്വലി വൺ ഓഫ് ദി പാരന്റ് അഫക്റ്റഡ് ആണ്. അപ്പൊ തന്നിരിക്കുന്ന പെഡിഗ്രിയിൽ 2 പാരന്റ്സിൽ ഒരാൾ അഫക്റ്റഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഇതാണ് ഓട്ടോസോമൽ ഡോമിനന്റ് ആവാനുള്ള, അങ്ങനെ കണ്ടാൽ ഓട്ടോസോമൽ ഡോമിനന്റ് ആവാനുള്ള സാധ്യത കൂടുന്നു. ഓക്കെ, യെസ്, ഇപ്പൊ പ്രോബബിലിറ്റി ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ യൂഷ്വലി വൺ ഓഫ് ദി പാരന്റ് റിമെയിൻ അഫക്റ്റഡ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് പറയാമോ, ഇപ്പൊ ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറയുമ്പോൾ
ഇപ്പൊ ഫാദറും മദറും ഒരു പാരന്റിന് തന്നെ ട്രേറ്റ് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. ആർക്ക്? ഓഫ്സ്പ്രിങ്ങിലുണ്ട്. ശരിയല്ലേ? കാരണം ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഡോമിനന്റ് ട്രേറ്റാണ് ഞാൻ എഴുതുന്നത്. ഇപ്പോ ഫാദർ ഇങ്ങനെയാണെന്ന് കരുതും. ഫാദർ നോർമൽ അല്ലേ? കാരണം റിസസീവ് അലീല, ഡോമിനന്റ് അലീൽ അവിടെ ഇല്ല. ഇനി മദർ ഈ ഒരു ജീനോടൈപ്പാണ് വരുന്നത്. അപ്പൊ മദർ അഫക്റ്റഡ് ആയിരിക്കും. സോ മദറിന് ഈ ഒരു അലീൽ ഇൻഹെറിറ്റ് ചെയ്യാനും സാധിക്കും ഓഫ്സ്പ്രിങ്ങിലോട്ട്. സോ ഓഫ്സ്പ്രിങ്ങിൽ ഈ ഒരു അലീൽ കിട്ടിക്കഴിഞ്ഞാൽ മദറിന്റെ കയ്യിൽ ഈ ഒരു അലീൽ, ഫാദറിന്റെ കയ്യിൽ സ്മോൾ എ തന്നെ കിട്ടുന്നത്. സോ അത് അഫക്റ്റഡ് അല്ലേ? ആണല്ലോ. യെസ്. സോ സിംഗിൾ പാരന്റ് can contribute the disorder to the offsprings. Trait is contributed by സിംഗിൾ പാരന്റിന് തന്നെ ട്രേറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. രണ്ട് പാരന്റ്സിന്റെ കയ്യിൽ നിന്നും അലീൽസ് കിട്ടണമെന്നില്ല. ഒരു പാരന്റിന്റെ കയ്യിൽ നിന്നും ഒരു അലീൽ കിട്ടിയാൽ മതി. കാരണം ഒരു അലീൽ കിട്ടിയാൽ എക്സ്പ്രസ് ചെയ്യും. എന്തുകൊണ്ടാണ്? ഡോമിനന്റ് ട്രേറ്റ് ആണ്. ഓക്കെ, യെസ്. പിന്നെ മൂന്നാമതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയുമോ? ഇതാ, ഇവിടെ രണ്ട് പാരന്റ്സും ഇങ്ങനെയാണെന്ന് കരുതും. ഫാദറും ഈ ഒരു ജീനോടൈപ്പിലാണ്, മദറും ഈ ഒരു ജീനോടൈപ്പിലാണ്. ഇവരുടെ ഓഫ്സ്പ്രിങ്ങിന് ഡിസോർഡർ ഉണ്ടാവുമോ? ഈ പാരന്റ്സിന് കുട്ടികളിലോട്ട് ആ ഡിസോർഡർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, പറ്റില്ലല്ലോ. കാരണം രണ്ടുപേരുടെ കയ്യിലും അലീലില്ല, ഡോമിനന്റ് അലീലില്ല. റൈറ്റ്? സോ ടു അൺഅഫക്റ്റഡ് പാരന്റ്സ് cannot produce an affected child അല്ലെങ്കിൽ affected progeny. To unaffected parents cannot produce an affected progeny. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഓട്ടോസോമൽ ഡോമിനന്റ് ട്രേറ്റ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത്. ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ? പാറ്റേൺ, ഓട്ടോസോമൽ ഡോമിനന്റ് ട്രേറ്റിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേണിൽ വരുന്ന മൂന്ന് കാര്യങ്ങൾ ക്ലിയർ അല്ലേ? എന്താണ്? യൂഷ്വലി വൺ ഓഫ് ദ പാരന്റ് റിമെയിൻ അഫക്റ്റഡ് ആയിരിക്കും. പിന്നെ സിംഗിൾ പാരന്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ദ ഡിസോർഡർ ടു ദി ഓഫ്സ്പ്രിങ്സ്. തേർഡ് വൺ, ടു അൺഅഫക്റ്റഡ് പാരന്റ്സ് cannot produce an affected progeny. അപ്പൊ ഓട്ടോസോമൽ ഡോമിനന്റിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേണിനെ കുറിച്ച് റെഡി കിട്ടി അല്ലേ? ഇനി നമുക്ക് റിസസീവ് ട്രേറ്റിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ നോക്കാം. ഓട്ടോസോമൽ റിസസീവ് അല്ലെ? റിസസീവ് എന്ന് പറയാമല്ലോ. റിസസീവ് അലീൽ ഹോമോസൈഗസ് കണ്ടീഷനിൽ ഉണ്ടെങ്കിലേ ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ റിസസീവ് ട്രേറ്റിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പാരന്റ്സ് യൂഷ്വലി റിമെയിൻ അൺഅഫക്റ്റഡ്. Parents usually remain unaffected ആണ്. ഓക്കെ, പാരന്റ്സ് യൂഷ്വലി റിമെയിൻ അൺഅഫക്റ്റഡ്. പിന്നെ ഓഫ്സ്പ്രിങ്ങില് ട്രേറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സിംഗിൾ പാരന്റ്, ഒരു പാരന്റിന് മാത്രമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? റിസസീവ് ട്രേറ്റ് ആണ്. രണ്ടലീലും റിസസീവ് അലീലാവണം. ഒരലീല് ഫാദറിന്റെ കയ്യിൽ നിന്നും ഒരലീല് മദറിന്റെ കയ്യിൽ നിന്നും കിട്ടണം. ശരിയല്ലേ? സോ ട്രേറ്റ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ബോത്ത് ദി പാരന്റ്സ്. ട്രേറ്റ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ടു ദി ഓഫ്സ്പ്രിങ്സ്, കോൺട്രിബ്യൂട്ടഡ് ബൈ ബോത്ത് ദി പാരന്റ്സ്. ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ക്ലിയർ ആണ്. എന്താണ്? പാരന്റ്സ് യൂഷ്വലി റിമെയിൻ അൺഅഫക്റ്റഡ് എന്ന് പറഞ്ഞില്ലേ? പാരന്റ്സ് അൺഅഫക്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴും അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യാം. സോ ഇത് തന്നെയാണ് ഞാൻ ഈ മൂന്നാമതായിട്ട് പറയുന്നത്. എന്താണ്? ടു അൺഅഫക്റ്റഡ് പാരന്റ്സ് can produce എന്താണ്? an affected progeny. അൺഅഫക്റ്റഡ് പാരന്റ്സിന് അഫക്റ്റഡ് പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ? സാധിക്കുമല്ലോ. രണ്ടുപേരും ഹെറ്ററോസൈഗസ് ആയാൽ മതി അല്ലെ? രണ്ട് പാരന്റ്സ് ഹെറ്ററോസൈഗസ് ആയാൽ മതി, പോരെ? റൈറ്റ്? സോ ഈ കാര്യങ്ങളാണ് റിസസീവ് ആണോ, ഓട്ടോസോമൽ റിസസീവ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി നമ്മുടെ മുന്നിലുള്ളത് ഏതാണ്? എക്സ് ലിങ്ക്ഡ് ആണ്. സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആണ്. സോ സെക്സ് ലിങ്ക്ഡ് ആണ് നമ്മൾ തിരിച്ചറിഞ്ഞു, കാരണം യൂഷ്വലി എക്സ്പ്രസ്ഡ് മെയിൽസ് ആണ് അല്ലെ? അപ്പൊ എക്സ് ലിങ്ക്ഡ് റിസസീവ് ആണ് വരുന്നത്. അപ്പൊ അതിനൊരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഉണ്ട്. എന്താണ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ? യൂഷ്വലി ഫാദർ ടു ഡോട്ടർ ആയിരിക്കും, അതേപോലെ മദർ ടു സൺ. കാരണം എന്താണ്? ഈ എക്സ് ക്രോമസോം ഫാദർ ടു ഡോട്ടർ അല്ലേ ഇൻഹെറിറ്റ് ചെയ്യുന്നത്?
എക്സ് ക്രോമസോമിലാണ് എക്സ് ലിങ്ക്ഡ് ട്രേറ്റ് ഉള്ളത്. അതുപോലെ മദർ ടു സൺ അല്ലേ എക്സ് ക്രോമസോം ഇൻഹെറിറ്റ് ചെയ്യുന്നത്, ഫാദർ ടു സൺ ഇൻഹെറിറ്റ് ചെയ്യുന്ന വൈ ക്രോമസോം ആണല്ലോ. സോ ഈ ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇതിനെയാണ് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്ന് നമ്മൾ പറയുന്നത്. ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ, മദർ ടു സൺ ഫാദർ ടു ഡോട്ടർ ആണ് ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പൊ യൂഷ്വലി ആരാണ് അഫക്റ്റഡ് ആവുന്നത്? മെയിൽസ് ആണ്. അപ്പോൾ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആയിട്ടുള്ള ഏതാണ്, ഹീമോഫിലിയ ആയാലും കളർ ബ്ലൈൻഡ്നെസ് ആയാലും കൂടുതലും എക്സ്പ്രസ് ചെയ്യുന്ന ആരിലാണ്? മെയിൽസിലാണെന്ന് നമുക്ക് അറിയാം. ഇനി നമുക്ക് പെഡിഗ്രി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 2 സാമ്പിൾ പെഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ക്രൈറ്റീരിയ നോക്കാം. ഫസ്റ്റ് വൺ, നമ്മുടെ ക്രൈറ്റീരിയ എന്താണ്? അനാലിസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മെയിൽ ഓർ ഫീമെയിൽ. യെസ്, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ബോത്ത് സെക്സസ് അല്ലെ. മെയിലും ഫീമെയിലും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോസോമൽ ആവാനാണ് സാധ്യത കൂടുതൽ. അനാലിസിസ് സ്റ്റെപ്പ് 1. അനാലിസിസ് സ്റ്റെപ്പ് 2, ഓട്ടോസോമൽ ആണെങ്കിൽ അത് ഓട്ടോസോമൽ ഡോമിനന്റ് ആണോ റിസസീവ് ആണോ? നമുക്ക് നോക്കാം. പാരന്റ്സ് അൺഅഫക്റ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോസോമൽ റിസസീവ് ആവാനാണ് സാധ്യത കൂടുതൽ. മൊത്തം നോക്കാം, എന്നിട്ട് വേണം കൺക്ലൂഷനിലോട്ട് വരാൻ. ഓക്കെ, പാരന്റ്സ് അൺഅഫക്റ്റഡ് ആണ്, പ്രോജനീസ് അഫക്റ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത ജനറേഷനിൽ നോക്കൂ, അൺഅഫക്റ്റഡ് ആണ്, അഫക്റ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അൺഅഫക്റ്റഡ് പാരന്റ്സ് ആണ്, അഫക്റ്റഡ് പ്രോജനി കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്താണ്? ഓട്ടോസോമൽ റിസസീവ് ആണ്. കാരണം അൺഅഫക്റ്റഡ് പാരന്റ്സിന് അഫക്റ്റഡ് പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓട്ടോസോമൽ ഡോമിനന്റിന് അത് പോസിബിൾ അല്ല. റൈറ്റ്? അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു ഇതെന്താണ്? ഓട്ടോസോമൽ റിസസീവ് അല്ലെ. ഓട്ടോസോമൽ റിസസീവ് ആണ് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ പെഡിഗ്രി നോക്കൂ. രണ്ടാമത്തെ പെഡിഗ്രി ഇപ്പൊ നീറ്റിൽ നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. ആ പെഡിഗ്രി നോക്കൂ അല്ലെ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർ, 3 ജനറേഷൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതില് മെയിൽ ഫീമെയിൽ അഫക്റ്റഡ് ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, അനാലിസിസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓട്ടോസോമൽ ആണ് അല്ലെ. ഓട്ടോസോമൽ ആവാനാണ് സാധ്യത കൂടുതൽ. സെക്കൻഡ് സ്റ്റെപ്പ്, ഡോമിനന്റ് ആണോ റിസസീവ് ആണോ നോക്കാം. പാരന്റ്സ്, വൺ ഓഫ് ദ പാരന്റ് അഫക്റ്റഡ് ആണ് അല്ലെ. വൺ ഓഫ് ദ പാരന്റ് അഫക്റ്റഡ് ആണ്. സോ ഡോമിനന്റ് ആണോ? മൊത്തം നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. യെസ്, അപ്പൊ അടുത്ത ജനറേഷനിൽ നോക്കൂ, അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് മാരേജ് ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷെ അവരുടെ ഓസ്പ്രിങ് അഫക്റ്റഡ് ആയിട്ട് കാണിച്ചിട്ടില്ല. ദെൻ അൺഅഫക്റ്റഡ് ആയിട്ടുള്ള നോക്കൂ, ഓസ്പ്രിങ്സ് മാരേജ് ചെയ്യുമ്പോൾ അഫക്റ്റഡ് ആയിട്ടുള്ള പ്രോജനി ഉണ്ട്. ഇവിടെയും അതെ, അൺഅഫക്റ്റഡ് മാരേജ്, അഫക്റ്റഡ് പ്രോജനി ഉണ്ട്. അപ്പൊ ഡോമിനന്റ് ആണോ എന്ന ആ ഒരു പോസിബിലിറ്റി നമ്മൾ എലിമിനേറ്റ് ചെയ്യാണ്. എന്തുകൊണ്ടാണ്? അൺഅഫക്റ്റഡ് പ്രൊഡ്യൂസ് അഫക്റ്റഡ് പ്രോജനി, അൺഅഫക്റ്റഡ് പ്രൊഡ്യൂസ് അഫക്റ്റഡ് പ്രോജനി. ഡോമിനന്റിന് അത് പോസിബിൾ അല്ല. അൺഅഫക്റ്റഡ് പാരന്റ്സിന് അഫക്റ്റഡ് പ്രോജനി ഒരിക്കലും ഉണ്ടാവില്ല. ഇവിടെ ഡോമിനന്റ് ട്രേറ്റിന് ഇൻഹെറിറ്റൻസിൽ ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഇത്രയും അനലൈസ് ചെയ്ത് നമ്മൾ കൺക്ലൂഷനിൽ എത്തുകയാണ്, ദിസ് ഈസ് ഓൾസോ ഓട്ടോസോമൽ റിസസീവ്. ഓട്ടോസോമൽ റിസസീവ് തന്നെയാണ്. സോ ഓട്ടോസോമൽ റിസസീവ് 2 രീതിയിൽ ആ പെഡിഗ്രി നമ്മുടെ മുന്നിലേക്ക് ക്വസ്റ്റ്യനിൽ വരാം. അത് രണ്ടുമാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഈ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ആൻസർ അല്ലെ, അങ്ങനെ ഒരു പെഡിഗ്രി ചോദിക്കാം. അല്ലെങ്കിൽ ഇത്രയും ജനറേഷൻ കാണിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് അനലൈസ് ചെയ്ത് വേണം ആൻസറിലോട്ട് വരാൻ. അതും അങ്ങനെയുള്ള ഒരു പെഡിഗ്രി. അപ്പൊ ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ് അനലൈസ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് ക്ലിയർ ആയല്ലോ. സോ ഈ 2 രീതിയിലുള്ള പെഡിഗ്രി ഇത്രയാണ് ഈ ചോദിക്കുന്നത്. ഇനിയിപ്പോ ഇതിനെ ബേസ് ചെയ്ത് വേണമെങ്കിൽ ഇവിടെ ഇപ്പോ 2 പാരന്റ്സ് ഹോമോസൈഗസ് ആണോ ഹെറ്ററോസൈഗസ് ആണോ എന്നൊക്കെ ചോദിക്കാം അല്ലെ. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്കറിയാം. 2 പാരന്റ്സ് ഹെറ്ററോസൈഗസ് ആയാൽ മാത്രമേ ഇവിടെ ട്രേറ്റ് എക്സ്പ്രസ് ചെയ്യുള്ളൂ. ശരിയല്ലേ? യെസ്. പെഡിഗ്രി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓട്ടോസോമൽ ആണോ സെക്സ് ലിങ്ക്ഡ് ആണോ? ഫീമെയിൽ മെയിലും അഫക്റ്റഡ് ആണ്. സോ ഓട്ടോസോമൽ ആണ്. ഓട്ടോസോമൽ ഡോമിനന്റ് ആണോ റിസസീവ് ആണോ? വൺ ഓഫ് ദി പാരന്റ് അഫക്റ്റഡ് ആണ്. സോ ഡോമിനന്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് നോക്കാം അടുത്ത ജനറേഷനിലും അഫക്റ്റഡ് ആയിട്ടുള്ള പ്രോജനി മാരേജ് ചെയ്യുമ്പോഴാണ് എന്താണ് ഓസ്പ്രിങ്സിലോട്ട് ഡിസോർഡർ വരുന്നത്. അൺഅഫക്റ്റഡ് ആയിട്ടുള്ള പ്രോജനി മാരേജ് ചെയ്യുമ്പോൾ ഓസ്പ്രിങ്സിൽ ഡിസോർഡർ വരുന്നില്ല. സോ അൺഅഫക്റ്റഡ് പാരന്റ്സ് കനോട്ട് പ്രൊഡ്യൂസ് അഫക്റ്റഡ് പ്രോജനി.
പാരന്റ്സ് അഫക്റ്റഡ് ആകുമ്പോൾ പ്രോജനീസ് അഫക്റ്റഡ് ആണ് അല്ലെ, പ്രോജനീസിന് ഡിസോർഡർ വരുന്നുണ്ട്. യെസ്, അപ്പൊ ഡോമിനന്റിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് ആണല്ലോ. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു ദിസ് ഈസ് ഓട്ടോസോമൽ ഡോമിനന്റ് അല്ലെ, ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. NCERT ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഓട്ടോസോമൽ ഡോമിനന്റ് ട്രീറ്റിന് അല്ലെ, ഏതാണ്? മയോട്ടോണിക് ഡിസ്ട്രോഫി. പിന്നെ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആണ്. സെക്സ് ലിങ്ക്ഡ് റിസസീവില് ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? യൂഷ്വലി നേരത്തെ പറഞ്ഞു ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക. ക്രിസ് ക്രോസ് എന്ന് പറയുമ്പോൾ ആരിൽ നിന്നാണ്? ഇപ്പൊ ഫാദർ ടു സൺ ആണ് അല്ലെ, സോറി ഫാദർ ടു ഡോട്ടർ അല്ലെ, ഫാദർ ടു ഡോട്ടർ, അതേപോലെ മദർ ടു സൺ. ഈ ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം കൂടുതലും ആരായിരിക്കും അഫക്റ്റഡ് ആയിരിക്കുക? മെയിൽസ് ആയിരിക്കും, സൺ അല്ലെ. മെയിൽസ് മോർ അഫക്റ്റഡ് എന്ന് വെച്ചാൽ ഫീമെയിൽസിന് തീരെ അഫക്റ്റഡ് ആവില്ല എന്നർത്ഥമില്ല, കൂടുതലും മെയിൽസ് അഫക്റ്റഡ് ആവുകയും പിന്നെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യും വേണം. മദർ ടു സൺ ആണ്, അതേപോലെ ഫാദർ ടു ഡോട്ടർ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ മദർ ടു സൺ എന്ന് പറയുമ്പോൾ ഒരു മദർ അഫക്റ്റഡ് ആണെന്ന് കരുതും. മദർ അഫക്റ്റഡ് ആണ്. മദർ അഫക്റ്റഡ് ആണെങ്കിൽ സെക്സ് ലിങ്ക്ഡ് റിസസീവിൽ മദർ അഫക്റ്റഡ് ആണെങ്കിൽ അത് എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹിമോഫിലിയ തന്നെ നമുക്ക് എഴുതാം, XH ഇങ്ങനെ വരുമ്പോഴല്ലേ മദർ അഫക്റ്റഡ് ആവുക. അപ്പൊ സണ്ണിലോട്ട് അത് ഇൻഹെറിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒരു XH മദർ കൊടുക്കും, മദറിന്റെ കയ്യിൽ നിന്ന് കിട്ടും. ഫാദറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന Y ആണ്, അത് അഫക്റ്റഡ് അല്ലേ? സോ അഫക്റ്റഡ് അല്ലേ, അഫക്റ്റഡ് മദറിൽ നിന്ന് നേരിട്ട് സണ്ണിലോട്ടാണ് പോകുന്നത്. ഇനി മദറിൽ നിന്ന് ഡോട്ടറിലോട്ട് വന്നു കഴിഞ്ഞാൽ മദർ ഒരു XH മാത്രമേ കൊടുക്കുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡോട്ടർ കാരിയർ ആവുകയുള്ളൂ, എക്സ്പ്രസ് ചെയ്യില്ല. ചെയ്യുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ മദർ ടു സൺ, അതേപോലെ ഫാദർ. ഇപ്പൊ ഫാദറിന്റെ കയ്യില് ഈ ഒരു ഇൻഡിവിജ്വൽ മാരി ചെയ്യാമെന്ന് കരുതും. അപ്പൊ അടുത്ത ജനറേഷനിൽ ഈ XH കൊടുക്കുന്ന ആർക്കാണ്? സണ്ണിനല്ല, ആർക്കാണ്? ഡോട്ടറിനാണ്. ശരിയല്ലേ? യെസ്. അപ്പൊ ആ ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ, അതിനെയാണ് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ അത് ചെക്ക് ചെയ്യുക, ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് പാറ്റേണിലാണോ ഉള്ളത്. കൂടുതലും മെയിൽ അഫക്റ്റഡ് ആയിട്ട് കാണിക്കുകയും പിന്നെ മദർ ടു സൺ അല്ലെ, ഫാദർ ടു ഡോട്ടർ, ആ ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്കതിനെ എക്സ് ലിങ്ക്ഡ് റിസസീവ് എന്ന് പറയാം. ഈ 3 കാറ്റഗറിയാണ് നമ്മൾ പെഡിഗ്രി അനാലിസിസ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് നമുക്ക് ആവശ്യമേ വരുന്നില്ല. ഓക്കെ, എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ആണെങ്കിൽ ഇപ്പൊ ഫാദർ അഫക്റ്റഡ് ആണെന്ന് കരുതും. ഫാദർ അഫക്റ്റഡ് ആണെങ്കിൽ ആ ഡോമിനന്റ് അലീലല്ലേ ഉണ്ടാവുക ഫാദറിന്റെ കയ്യില്. ഫാദർ ആ ഡോമിനന്റ് അലീൽ എക്സൽ ആണുള്ളത്, ആ ഡോമിനന്റ് അലീൽ കൊടുക്കുന്ന ആർക്കായിരിക്കും? ഡോട്ടേഴ്സിനായിരിക്കും. സോ ഫാദർ അഫക്റ്റഡ് ആണെങ്കിൽ ഓൾ ദ ഡോട്ടേഴ്സ് അഫക്റ്റഡ് ആയിരിക്കും. ഏതില്? എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ആയിരിക്കില്ലേ? കത്തിയോ? ഫാദറിന്റെ കയ്യിലുള്ളത് ഡോമിനന്റ് അലീലാണ്, എക്സ് ക്രോമസോമില്. ആ അലീല് എല്ലാ ഡോട്ടേഴ്സിനും കൊടുക്കും. സോ എല്ലാ ഡോട്ടേഴ്സും ഒരലീല് കിട്ടിയാൽ തന്നെ അഫക്റ്റഡ് എക്സ്പ്രസ് ചെയ്യും, കാരണം ഡോമിനന്റ് ആണെങ്കിൽ. അപ്പൊ എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ആണെങ്കിൽ ഫാദർ അഫക്റ്റഡ് ആണെങ്കിൽ ഓൾ ദ ഡോട്ടേഴ്സ് അഫക്റ്റഡ് ആയിരിക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ. അപ്പൊ മെയിൻ ആയിട്ട് ഓട്ടോസോമൽ ഏതാണ്, സെക്സ് ലിങ്ക്ഡ് ഏതാണ്, ഓട്ടോസോമൽ ഡോമിനന്റ്, ഓട്ടോസോമൽ റിസസീവ് വേർതിരിച്ചറിയുന്നത് എങ്ങനെയാണ്, സെക്സ് ലിങ്ക്ഡ് റിസസീവിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ എന്താണ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളൂ നീറ്റ് എക്സാമിന്. ഈ 3 കാര്യങ്ങളാണ് കൃത്യമായിട്ട് നമ്മൾ എന്താണ് അനലൈസ് ചെയ്ത് കൺക്ലൂഷനിലോട്ട് എത്തേണ്ടത്. അപ്പോൾ ഈ പെഡിഗ്രി അനാലിസിസ് എന്ന ടോപ്പിക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിൽ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പൊ എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.